ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമുക്ക് റെസിപ്പീസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ റവ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എങ്ങനെയാണ് ഞാൻ സാധാരണ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റവ ഉപ്പുമാവ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായി ഞാനൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോഴേക്കും ഞാനിവിടെ പിന്നെ ഒരു 4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉഴുന്നുപരിപ്പിൻ്റെ സ്പ്ലിറ്റാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് മൂപ്പിച്ചെടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഉഴുന്നുപരിപ്പ് നന്നായി മൂത്ത് ഇതുപോലെ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കഷ്ണം ഇഞ്ചിയും 3 എരിവുള്ള പച്ചമുളകും ഇതുപോലെ ചെറുതായി അരിഞ്ഞതാണ്. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് മൂത്ത് വരുന്നവരെ ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും ഒക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറിയ സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തണ്ട് വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഈ സവാള നല്ലപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള ഇതുപോലെ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ക്യാരറ്റ് എടുത്ത് ഇതുപോലെ നന്നായി ഫൈനായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒരു 2 മിനിറ്റ് കൂടി വഴറ്റി കൊടുക്കാം. അടുത്ത് ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷവും ഒരു 2 മിനിറ്റ് നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ വഴറ്റി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടീസ്പൂൺ ഉണക്കമുന്തിരിയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിള വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉപ്പ് നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ഉപ്പിന്റെ ടേസ്റ്റ് കൂടുതൽ വേണം നമുക്ക് ഈ സമയത്ത്. കാരണം ഇതിലേക്ക് നമ്മൾ റവ കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഉപ്പ് കറക്റ്റ് സെറ്റായി കിട്ടിക്കോളും. എല്ലാ ഭാഗത്തും ഇതുപോലെ തിള വന്നു തുടങ്ങിയാൽ സ്റ്റവ് ലോ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്ത് കൊടുത്ത് നമുക്കിതിലേക്ക് നമ്മുടെ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എപ്പോഴും റവ മാവിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ചൂട്ടോടെ കൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഈ റവ ചേർത്ത് കൊടുക്കുന്ന ഈ സമയത്ത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കയ്യിൽ വെച്ച് ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ റവയൊന്നും കട്ട പിടിക്കാതെ റവയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളത്തിന്റെ നനവ് ഒരുപോലെ എത്തി നല്ല സോഫ്റ്റ് ഉപ്പുമാവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വറുത്ത റവയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചിലപ്പോൾ ഓരോരുത്തരുടെയും കയ്യിലുള്ള റവയ്ക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവിന് വ്യത്യാസം വരാം. ഒരു 2 കപ്പ് മുതൽ 2.25 കപ്പ് വരെയൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോഴാണ് എനിക്ക് നല്ല സോഫ്റ്റായി നല്ല പെർഫെക്റ്റ് പാകത്തിൽ ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കാൻ പറ്റാറുള്ളത്. റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തിന്റെ അളവ് തന്നെയാണ്. കാരണം വെള്ളം കൂടിപ്പോയാൽ ഉപ്പുമാവ് കുഴഞ്ഞു പോവുകയും വെള്ളം കുറഞ്ഞാൽ ഉപ്പുമാവ് വളരെ ഡ്രൈ ആയി പോവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മുഴുവൻ റവയിലേക്കും ഒരുപോലെ നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മൂടി വെക്കാം. ലോ ഫ്ലെയിമിൽ ഇതുപോലെ 2 മിനിറ്റ് നേരത്തേക്ക് പാൻ മൂടി വെച്ച ശേഷം നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. പിന്നെ റവ മാവിലേക്ക് ക്യാരറ്റ് മാത്രമല്ല നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയോ അണ്ടിപ്പരിപ്പോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ എൻ്റെ മോന് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. നട്ട്സ് ഒക്കെ ചേർത്ത് കൊടുത്താൽ അത് മാറ്റി വെക്കും. അത് കാരണമാണ് ഞാൻ നട്ട്സ് ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമുക്ക് ഈ ഉപ്പുമാവ് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് ഉലർത്തി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഉപ്പുമാവ് റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് ബി ഹാപ്പി. താങ്ക് യു.